ഇതൊരു മത്സരമൊന്നും പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. They don't deserve മമ്മൂക്ക. സത്യമാണ്. മമ്മൂട്ടി എന്താ അത്ര പ്രായമുള്ള ആളാണോ അല്ലേ? മമ്മൂട്ടി ഇതേ തലമുറയിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട ആൾ തന്നെയല്ലേ. പക്ഷെ വേറെ പ്രശ്നം കിട്ടും. ഈ സ്നേഹവും അല്ലെങ്കിൽ ഈ ചിരിയൊക്കെ മമ്മൂട്ടിക്കും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സുഡാപ്പിയേറ്റ മമ്മൂട്ടി, അപ്പുറത്ത് തട്ടട്ട ഹിജാബിട്ട ഒരു താത്തക്ക് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ പോരാത്തതിന് എന്താ പറയുക സഹനടൻ സൗബിൻ മറ്റൊരു സുഡാപ്പി, പിന്നെ ആസിഫിന് സ്പെഷ്യൽ ജൂറി അവാർഡ്, അതും ഒരു മുസ്ലിം 6-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള ഒരുത്തൻ. അങ്ങനെ ഒരുപാട് ഇതൊരു മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കൊടുത്ത അവാർഡ് പോലെയാണ് ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ തോന്നുന്നത്. ഏതാണെങ്കിലും വല്ലാത്തൊരു കഷ്ടം. അത് കണ്ട സമയത്തെ നമ്മുടെ നാട്ടിലെ ഞാൻ ആലോചിക്കൊരു 10 വർഷം മുമ്പ് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും അല്ലേ. അതായത് മോഹൻലാൽ ഫാൻസ് മോഹൻലാലായിരുന്നു ബെറ്റർ, മമ്മൂട്ടി അല്ല, അല്ലെ മമ്മൂട്ടിയാണ് ബെറ്റർ, പിന്നെ അല്ല മറ്റുള്ള നടന്മാരുടെ ഒക്കെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും. ഇപ്പം ഫാൻസിനൊന്നുമില്ല പ്രശ്നം. ഫാൻസൊക്കെ ഇപ്പം ഒരുപാട് അങ്ങ് എന്താ പറയുക അവരുടെ ഒരു തിങ്കിങ് ഉണ്ടല്ലോ ഒക്കെ മാറി. മമ്മൂട്ടിക്ക് നല്ല കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് നല്ലത് പറയും, മോഹൻലാലിന് ഫാൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഫാൻസ് നല്ലത് പറയും. ആ ഒരു അവസ്ഥയിലോട്ട് എത്തി ഫാൻസൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ വർഗീയവാദികളില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, അങ്ങനെ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിൽ ഒരുപാടങ്ങായി വന്നു, ഒരുപാടായിട്ട് വന്നു. അപ്പോൾ ഈ അവാർഡ് കിട്ടിയതിൻ്റെ താഴത്തെ ചില കമൻറ്റുകൾ ഞാൻ വായിച്ചുതരാം. അത് കണ്ടപ്പോഴാണ് ഞാൻ നോർമലി ന്യൂസ് കണ്ടു പോണതിൻ്റെ ഇടയ്ക്ക് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് നമ്മുടെ നാട് ഏത് അവസ്ഥയിലോട്ടാണ് ഈ വൃത്തികെട്ട നായിൻ്റെ മക്കൾ മാറ്റിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായിരുന്നത്. അതിലൊരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായിക്കാട്ടിട്ടത്, അങ്ങനെ പറയാം, നായിക്കാട്ടിട്ടതാണ്. ആക്ച്വലി ഡിസേർവ്ഡ് പേഴ്സൺ ഈസ് വിജയ് രാഘവൻ, ബട്ട് ദേ വിൽ ഗിവ് ടു മമ്മൂട്ടി ബിക്കോസ് കൈരളി ചെയർമാൻ ആൻഡ് സുഡാപ്പി കൈരളി ചെയർമാൻ മാത്രമേ പറയുന്നത്. ഞാൻ പിന്നെ ഓക്കെ അവൻ്റെ ആ രാഷ്ട്രീയമാണെന്നിരിക്കും. ഇവിടെ രാഷ്ട്രീയമില്ല. ആ സുഡാപ്പി കയറി വരുമ്പോൾ അവന് രാഷ്ട്രീയമില്ല, അവന് വർഗീയത. പിന്നെ അതായത് ഹിന്ദു മുസ്ലിം വർഗീയത അത് അവൻ്റെ മനസ്സിലോട്ട് കയറി വന്നു. വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ, വേറെ ഒരുത്തൻ നായർ എന്നാണ് അവൻ്റെ പേരിട്ടത്. തട്ടമിട്ട താത്തക്ക് അവാർഡ് മികച്ച നടി. കണ്ടോ തട്ടത്തിൻ്റെ പവർ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ഒരു മൂവി. എൻ്റെ പൊന്നു നായരെ, താനെ കണ്ടല്ലോടാ. താനൊക്കെ ചിലപ്പോൾ ഉണ്ടായത് തന്നെ വല്ല മുരിക്കുകയായിരിക്കും, വല്ല അമ്രാനുണ്ടായത് അവനായിരിക്കും നീയൊക്കെ. അപ്പം നീയൊക്കെ ഈ കാലത്ത് ഈ പറഞ്ഞ ജനൻ ടി വിയും അല്ലെങ്കിൽ മലൻ ടി വി, മലനാടൻ, ഇങ്ങനത്തെ കുറേ വൃത്തികെട്ട ഇതും പിന്നെ കേരള സ്റ്റോറി പോലത്തെ മൂവിയെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ അവാർഡ് കിട്ടിയ ഫലം ഫെമിനിച്ചി ഫാത്തിമ എത്രത്തോളം നല്ല പടമായിരുന്നു എന്നും അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ ഇത് എത്രത്തോളം ഈ പടം നന്നായി ചെയ്തു എന്നുള്ളതും. ഇനി അത് മാത്രമല്ല, ഈ പടത്തിൽ എന്താ പറയുക ഹിന്ദുവിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മുസ്ലിമിനെ പൊക്കി കാണിക്കാനോ അല്ല പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഒരു ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ ഈ യാഥാസ്ഥികമായി ചിന്തിക്കുന്ന മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുണ്ടാവുന്ന ചില ചിന്തകളും അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഫിലിമാണ് അത്. അവിടെ മുസ്ലിങ്ങൾ എതിർക്കണം അതിന്, ഇങ്ങനത്തെ ഫിലിം ഇറക്കരുതെന്നും പറഞ്ഞിട്ട്. ഇത് ഞങ്ങളുടെ സമുദായത്തിനെ പറയുന്ന രീതിയിലുള്ള മൂവീസാണെന്നും പറഞ്ഞിട്ട് അവരെ എതിർക്കാൻ വേണമെങ്കിൽ അവർക്ക് വരെയായിരുന്നു. അതുപോലും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഹാലിളകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഹാലിളകുന്ന കുറേ വാണം വിട്ട സംഖ്യകളെ നമ്മൾ കണ്ടു. കൂട്ടത്തിൽ കുറേ സംഖ്യകളെയും കണ്ടു. അപ്പം മുസ്ലിങ്ങൾക്കില്ലാത്ത കുത്തലാണ് ബാക്കിയുള്ളവർക്കൂടെ കുത്ത്. അപ്പം അതുകൊണ്ടാണ് ഈ തട്ടമിട്ട പെൺകുട്ടിക്ക് അവാർഡ് കിട്ടിയപ്പോൾ നിൻ്റെയൊക്കെ മൂട്ടിൽ കുത്താൻ തുടങ്ങിയത്. ഇനി വേറെ ഒരുത്തൻ ഇട്ടതാ, മധുസൂദനൻ. അതിദാരിദ്ര്യം മുക്ത കേരളത്തിൽ പങ്കെടുത്ത മമ്മൂട്ടിക്ക് അവാർഡ്. ഈ അവാർഡ് ഇന്നലെ മറ്റേ അതിദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ ഇത് കൊടുത്ത എന്താ പറയുക പരിപാടിയിൽ പങ്കെടുത്താൽ കിട്ടുന്ന അവാർഡല്ല എന്നുള്ളത് ഈ ഫിലിംസ് കണ്ട ആൾക്കാർക്കൊക്കെ നല്ല പോലെ അറിയാം. പിന്നെ ഈ മധുസൂദനനും നായർക്കും വിഷ്ണുവിനും ഒക്കെ അങ്ങ് ദേഷ്യം വരുന്നത് ഉള്ളിലുള്ള കറ പുറത്തോട്ട് വരുന്നതാണ്. ഈ വേറെ ഒരു തെട്ട് കാണിച്ചു തരാം. സെബാസ്റ്റ്യൻ്റെ ഇത് പൊളിറ്റിക്സ് ഇല്ലെങ്കിലും ജാതി ഉണ്ട്. അപ്പോൾ അവൻ ഒരു കൃസംഖ്യ നമുക്ക് മനസ്സിലാക്കുക. കൃസംഖ്യക്ക് കൊണ്ടേ ജാതി, മുസ്ലിങ്ങൾക്ക് കൂടുതൽ അവാർഡ് കിട്ടിയപ്പോൾ അവൻ്റെ അങ്ങ് മൂട്ടിൽ കുത്താൻ തുടങ്ങി. ഇവിടെ പൊളിറ്റിക്സ് ഇല്ല, ജാതി ഉണ്ട്, മുസ്ലിം പ്രീണനം, അതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലേ. പിന്നെ വേറൊരു ഫേക്ക് ഐഡിയ ആണ്, അത് ഉറപ്പാണ്. അവൻ ഇട്ടതിൻ്റെ ഇത് ഞാൻ സൈഡിൽ വെച്ച് തരാം നിങ്ങൾക്ക്. ഇതാണ് ഇവൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. അതാണ് അവളുടേത്, കുഴപ്പമില്ല കൊടുത്തതിൽ നിന്ന്. അതിൻ്റെ താഴത്തൊരുത്തൻ അപ്പം തന്നെ കമൻറ്റ് ഇട്ടിട്ട് അമ്മയെ സ്മരിക്കുന്ന മകൻ നന്നായി. സത്യം, ഇവൻ്റെ വീട്ടിൽ സ്വന്തം അമ്മനെയും പെങ്ങളെയും അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് സഹോദരിമാരെയൊക്കെ കാണുമ്പോൾ ഇവൻ ആദ്യം ഇവൻ്റെ നോട്ടം അതിലോട്ടായിരിക്കും.
അമ്മയുടെയും പെങ്ങയുടെയും ഒക്കെ മുലയിൽ നോക്കിയിട്ടായിരിക്കും ഇവനൊക്കെ അവാർഡ് ഇടുന്നത്, ഇവർക്കൊക്കെ മാർക്ക് ഇടുന്നത്. അതുകൊണ്ടാണ് ഇവന് ഇങ്ങനത്തെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലോട്ട് വന്നതും അത് അവനിവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇങ്ങനെ ഇതിങ്ങോട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കമൻറ്റുകൾ വന്ന് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ താഴത്ത്. കണ്ടപ്പം ഭയങ്കര ഇത്ര വൃത്തിയായിട്ട് ചിന്തിക്കാനുള്ള ആൾക്കാർ. ഫാൻസ് ഒന്നുമല്ല കേട്ടോ, ഫാൻസ് മോഹൻലാൽ കിട്ടേണ്ടതായിരുന്നു പറഞ്ഞാൽ അത് ഫാൻസാണെന്ന് വിചാരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതിന് മാതിരി ഇങ്ങനത്തെ ചിന്താഗതിയിലോട്ട് ആളുകൾ വരുന്നത് ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ന് പ്രകാശ് രാജ് ഈ ജൂറി അതായത് അവാർഡ് പറഞ്ഞതിന് ശേഷം പ്രകാശ് രാജ് കുറച്ച് സംസാരിച്ചിരുന്നു. വളരെ വ്യക്തമായിട്ട് പ്രകാശ് രാജ് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ ചോദിക്കുന്നുണ്ട് അതിൽ പ്രകാശ് രാജിനോട് എങ്ങനെയാണ് നാഷണൽ അവാർഡ് കാണുന്നത് എന്നുള്ളത്. അപ്പം കറക്റ്റായിട്ട് പറയുന്നുണ്ട് നാഷണൽ അവാർഡ് അത് അവാർഡല്ല, അതൊക്കെ പണ്ടായിരുന്നു. നാഷണൽ അവാർഡ് പറഞ്ഞാൽ പല ഫയലുകൾക്ക് മാത്രം അവാർഡ് കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ആക്ടിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞത്. They don't deserve Mamuka. Yeah. Yes, Mamuka is competing with youngsters, but the point is we don't look him as a senior man and youngsters, because the presence of Mamuka in Brahmayugam, with a shot of the nuances he carried just with his presence, was very strong, and youngsters still have to have that expression. But in spite of it, when you see Tobino in ARM or Asif Ali, I saw 4 of his films. We saw 4 of his films, and there was this effort of these youngsters to excel, and I think that's the influence of great actors like Mamuka and Laletan on them. But still, that when you look at the performing levels of these things and Mamuka's sheer presence and the nuances, he did not act, the sort of nuances he brings in is very, I am very jealous of him, and I think he deserved that control on performances, which is a lesson, and I think youngsters should just adore him and follow him and try to reach that, than saying that, this is not a charity organization. It is to give who are the best, and if he is still relevant, that is something to be inspired by. National, he doesn't get duly rewarded. I think I don't mind saying that national film awards are compromised. And I'm so happy to be a jury chairman of Kerala, because when they called me, they said, we need an outsider who's experienced, and we will not poke our hands into it, and then we will let you take a decision. That is not happening in the national awards, and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mamuka. എങ്ങും പറഞ്ഞല്ലോ ഫയലുകൾക്ക്, അതായത് കാശ്മീർ ഫയലോ അല്ലെങ്കിൽ കേരള ഫയലോ അല്ലെങ്കിൽ കേരള സ്റ്റോറിയോ അല്ലെങ്കിൽ ഇമ്മാതിരി സാധനങ്ങൾക്ക് മാത്രം അവാർഡ് കൊടുക്കുന്ന ഒരു കാട്ടിക്കൂട്ടൽ മാത്രം BJPയുടെ ചവിട്ടുനാടകം മാത്രമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് പച്ചക്കെന്ന് പ്രകാശ് രാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട് മാറി ഞാൻ പറഞ്ഞത് വെറുതെ ആണോ? അല്ല, നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഈ രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. മമ്മൂട്ടി വന്നാലും തട്ടമിട്ട പെണ്ണ് വന്നു കഴിഞ്ഞാലും തട്ടമിട്ട പെണ്ണ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തുന്ന ഒരു വിഭാഗം ആൾക്കാർ വന്നു കഴിഞ്ഞു. കൂട്ടത്തിൽ അതിന് ന്യായീകരിച്ച് മെഴുകാൻ പല നിരീക്ഷണ വാണങ്ങളും നമ്മുടെ നാട്ടിൽ വരും. പിന്നെ ഇതിലൊക്കെ എരുതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ എച്ചിൽ ചെറ്റകളും ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇവന്മാരുടെ പ്രസംഗവും പ്രാസംഗികമൊക്കെ കേട്ടിട്ട് ഒരു ബോധമില്ലാത്ത സംഘപുത്രന്മാർ അല്ലെങ്കിൽ സംഘ തിട്ടങ്ങളെല്ലാം കൂടെ ഇതെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ച് കമൻറ്റുകളായിട്ട് മറ്റേതായിട്ട് ഇതുപോലത്തെ പല സംഭവങ്ങളുടെ താഴത്ത് വന്ന് ഇവന്മാരിട്ട് കൊണയ്ക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അല്ല, മമ്മൂട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നല്ല രസമായിട്ട് സംസാരിച്ച മമ്മൂട്ടി. ആ ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു മഹാനടൻ്റെ ആ കംപ്ലീറ്റ് ആക്ടറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നല്ല രസമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേട്ടു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, ഇവിടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. ഇതൊരു മത്സരമൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. ഇതുപോലെ തന്നെ ഷംല കാര്യങ്ങൾ അല്ലെങ്കിൽ ഷംല തട്ടമിട്ട ഹിജാബിട്ട അവാർഡ് കിട്ടിയ പെണ്ണിന് പറയാനുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്കുക.
ഒരുപാട് സന്തോഷം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമെന്നുള്ളത്. കിട്ടിയത് ഭയങ്കര അത്ഭുതമാണ്, സന്തോഷം. ആൻഡ് എന്നെ ഈ ഒരു അവാർഡ് തെരഞ്ഞെടുത്ത ജൂറി മെമ്പേഴ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതെല്ലാം നമ്മൾക്ക് ഒരു വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിന് ഇതൊക്കെ ഒരു വലിയ ബഹുമതിയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. മറ്റു കുറേ പേർക്കില്ല നമ്മൾ കണ്ടു, നല്ല സിനിമ, എന്താ പറയുക, ഫെമിനിറ്റി ഫാത്തിമ, അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജനപ്രിയ സിനിമ പ്രേമലു വന്നു. മികച്ച സഹനടനായിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് വന്നു, സൗബിൻ വന്നു. മികച്ച ജൂറി പരാമർശം ആസിഫ് അലിക്ക് കിട്ടി. പിന്നെ ഈ മികച്ച നടി ഷംല, അങ്ങനെ ഒരുപാട് നല്ല ഇതിലുള്ള അവാർഡ്. മികച്ച ഗാന സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ സുശീൽ ശ്യാമിൽ വന്നു. കൂടെ ഒരാൾക്കും കൂടെ ഉണ്ടെന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മികച്ച ഒരു അവാർഡ് തന്നെയായിരുന്നു ഇപ്രാവശ്യം. നല്ല രീതിയിൽ തന്നെ അത് കഴിഞ്ഞും പോയിട്ടുണ്ട്. ഇനി ചൊറികുത്തി പുഴുകുത്തി പുഴുനാറി പല ആളുകളും നിങ്ങൾ കണ്ടോ, ഇന്ന് രാത്രി മുതൽ പല ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ അവാർഡിന് മുസ്ലിം പ്രീണനും അല്ലെങ്കിൽ സുഡാപ്പി അവാർഡും തട്ടത്തിന് കൊടുത്ത അവാർഡും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാം.